ബോട്ടുകളുടെ ഒരു ശാഖരം കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ദോഹയിലെ പേൾ ഐലൻഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മൾ പേൾ ഐലൻഡിൻ്റെ കുറച്ച് വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. പേൾ ഐലൻഡിലെ ഫോട്ടോ വോക്കിൽ കൂടെ നടന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റി, യാട്ട് ക്ലബ്ബ് കാണാൻ പറ്റി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോകളെ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നത് പേൾ ഐലൻഡിലെ കോർണിദിയ യാട്ട് ക്ലബ്ബാണ്. ഇത് 2022 ഇത് തുടങ്ങിയത്. ഇത് പോർട്ടോ അറേബ്യയുടെ ഭാഗമാണ്. ഇവിടെ നമുക്ക് സൂപ്പർ യാട്ടുകളും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി, വെള്ളം, ഫ്യുവൽ, അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇവിടെ 900-ലധികം ബോട്ടുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ധാരാളം റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാല് നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പോർട്ടോ അറേബ്യയുടെ ഒരു സെക്ഷനാണ്. പേൾ ഐലൻഡിനകത്ത് വരുന്ന ഒരു പോർഷനാണ് പോർട്ടോ അറേബ്യ. അതിനകത്ത് വരുന്ന ഒരു ഏരിയ ആണിത്. ഫോട്ടോ വാക്ക് തേടി ഞങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. അവിടെ നമുക്ക് ഈ ഫോട്ടോ വാക്കിൽ വരണമെങ്കിൽ റെസിഡന്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല, വാലറ്റ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പം നമ്മൾ ടവർ 11 വന്നു കഴിഞ്ഞാൽ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം തന്നെ നല്ലത് അല്ലേ. രാത്രിയിലായി കഴിഞ്ഞാൽ അത്രയും കാഴ്ചകൾ കാണാൻ പറ്റും. അതെ, ചുറ്റും നടന്ന് കാണാം. ഭയങ്കര കിഡിലെ ഒരു ഏരിയ കേട്ടോ. ഭയങ്കര ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ബോട്ടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഈ നടക്കുന്നിടത്തോടെ നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ ഈ സ്പീക്കറൊക്കെ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അടിപൊളി കാര്യമായിട്ട് നമുക്ക് തോന്നി. അതുപോലെ തന്നെ പാട്ടൊക്കെ കേട്ട് ഇതുവഴി ഒരു വൈകുന്നേര ടൈമിലൊക്കെ നടക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അടിപൊളി സ്ഥലമായിരുന്നു. നമുക്ക് ഈ ബാക്കിലെ ആ ബിൽഡിങ്ങും അതുപോലെ തന്നെ ആ ബോട്ടും ഒക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലെന്ന് കരുതി കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പം മടിച്ച് വയ്ക്കാതെ ആ ലൈക്ക് ബട്ടണിലൊക്കെ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിലായിട്ട് എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൻ്റെ എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എന്തായാലും അത് അഭിപ്രായങ്ങൾ പറയുക. അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിങ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ സ്ഥലത്തെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഞങ്ങൾ ഇവിടെ ബോട്ടിങ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതേ ഉള്ളൂ. അതേപോലെ തന്നെ ചില ബോട്ടിലൊക്കെ ബുക്കിംഗ് ചെയ്യാനുള്ള നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതുവഴി എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. അതൊരു നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ, ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ബിൽഡിങ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ബോട്ടുകളും എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി വ്യൂ ആണ്. അതേപോലെ തന്നെ ഈ സൈഡിലെല്ലാം നമുക്ക് ഈന്തപ്പനകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറേ ഫ്ലവറൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പോയ ടൈം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നോക്കിക്കുക, ശരിക്കും അവിടെ ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ നിർത്തിക്കൊണ്ടും കുറേ ഈ സൈഡിലെല്ലാം ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ആ ബോട്ടുകൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ ഭയങ്കരമായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. ആ ബോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു പേൾ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതൊരു അധികം ആരും ഇങ്ങോട്ടധികം വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണണം.
ഈവനിങ് ടൈം ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ആളുകളൊക്കെ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുവഴി ഇങ്ങനെ നടക്കുകയാണ്. ഈ പേൾ ഐലൻഡിന് പേൾ ഖത്തർ എന്ന് പറഞ്ഞൊരു പേര് കൂടെ ഉണ്ട്. അപ്പോൾ പേൾ ഖത്തർ എന്ന് പറഞ്ഞാലും പേൾ ഐലൻഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിനകത്ത് തന്നെയാണ് ഈ പോർട്ടോ അറേബ്യ, അതേപോലെ വിവാ ബഹറിയ ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പോർട്ടോ അറേബ്യയാണ്. അങ്ങനെ നമ്മൾ പോർട്ടോ അറേബ്യയിലെ കോണിദിയ യാട്ട് ക്ലബ്ബിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, ബോട്ടുകളുടെ കാഴ്ചകളൊക്കെ കണ്ട്. പല വലിപ്പത്തിലുള്ള ബോട്ടുകൾ. അതെ, ബോട്ടുകളുടെ ഒരു ചാകര നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എന്നെ കിടിലൻ സ്ഥലമാണെന്നറിയോ. ഒരു ബോട്ട് കാണാൻ കൊതിച്ചിട്ടൊരു 10,000 ബോട്ടുണ്ട്. ഇതാണ് പേളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കാണുന്നതെല്ലാം പോർട്ടോ അറേബ്യ ഉണ്ട്. പോർട്ടോ അറേബ്യ ഉണ്ട്. പോർട്ടോ അറേബ്യ ആ കളർ. നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ആദ്യം പോയി കണ്ടത് ഈ സ്ഥലം. മുമ്പ് കാണിച്ചിട്ട് 11 ടവർ കാണിച്ചിട്ട് ഈ സ്ഥലം അത് 1, 2, 3 ഐലൻഡ് ഉണ്ട്. ഇതുണ്ടോ, ഓരോന്നിനും ഓരോ പേരും എടുത്തിട്ടുണ്ട്. പോർട്ടോ അറേബ്യ റെസിഡൻസ് യൂണിറ്റ്സ് ഉണ്ട്. ഇവിടെ 52,000 പേര് താമസിക്കുന്നുണ്ട്. കാരണം ഇതുണ്ടോ, റീറ്റെയിലും ഇതെല്ലാം ആനുവൽ വിസിറ്റർ ഇവിടെ 34 മില്യൺ ആളുകൾ ഇവിടെ വരുന്നതാണ്. ഇതാണ് മെയിനായിട്ടുള്ള സാധനം. ഇതുണ്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. നമ്മൾ മുമ്പ് പോയത് ഇവിടെയാണ്. നോക്കി, ആദ്യം നമ്മൾ പോയി ബോട്ടിനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് ഇവിടെയാണ്. പിന്നെ നമ്മൾ വിവാ ബഹറിയ ഉണ്ടോ, 21 അതായത് നമ്മളിവിടുന്ന് ആദ്യം പോയിട്ട് വീട് എടുത്തത് വിവാ ബഹറിയ. ഏകദേശം ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവും. നമ്മുടെ ഈ ടവറിന്റെ ഒരു പേരുണ്ട്, ഹിൽട്ടൺ ദോഹ പേരായിട്ടുണ്ട്. നമുക്ക് പതുക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ. ദ പേൾ, ഖത്തറിലുള്ള ദ പേൾ ഐലൻഡാണ് നമ്മൾ കൂടുതലും കണ്ടത്. അതിനകത്ത് ആ ഒരു ഐലൻഡിനകത്ത് വരുന്ന ഓരോ സെക്ഷനായിട്ട് നമ്മൾ പോയി നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഏരിയകളൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ബോട്ടൊക്കെ ഉള്ള ഈ ഒരു സെക്ഷനായിരുന്നു. ആ ഒരു സ്ഥലവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഖത്തറൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. സൗദിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഖത്തർ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് അടിപൊളി സ്ഥലമായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കാണണം. പിന്നെ കണ്ടവർക്ക് കുഴപ്പമില്ല, കൂടുതലും നമ്മളില്ലേ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻസ് ആണ് ഫുൾ ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് അറിയത്തില്ല. അതുപോലെ ഉള്ള ഒരു ഫെസിലിറ്റീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിലവിൽ 52,000 ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെ, അതുപോലെ 32 മില്യൺ ആൾക്കാർ വർഷത്തിൽ ഇവിടെ വരും, വിസിറ്റ് ചെയ്യാൻ വരും. അത്രയ്ക്കൊരു ലക്ഷറി ഏരിയ ആണ് ഇത് പറയേണ്ട. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.